മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് കാർഷിക ആവശ്യത്തിനായി തമിഴ്നാട് വെള്ളം കൊണ്ടുപോയി തുടങ്ങി. സെക്കൻഡിൽ 300 ഘനയടി വെള്ളമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. 5 ജില്ലകളിലെ കൃഷി ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിനുമാണ് തമിഴ്നാട് ഈ വെള്ളം ഉപയോഗിക്കുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തമിഴ്നാട് കർഷകർ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് തമിഴ്നാട്ടിലെ ജില്ലകളിലേക്ക് ഒന്നാം കൃഷിക്കായി ജലം ഒഴുക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ വർഷവും നടത്തപ്പെടുന്ന ചടങ്ങുകൾ. അണക്കെട്ടിൽ നിന്ന് സെക്കൻഡിൽ 300 ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. 200 ഘനയടി വെള്ളം കൃഷിക്കും 100 ഘനയടി കുടിവെള്ളത്തിനുമായാണ് ഉപയോഗിക്കുന്നത്. മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് തേനി ജില്ലയിൽ 14,700 ഹെക്ടർ സ്ഥലത്ത് കൃഷി ആരംഭിക്കുന്നതിനായുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി கர்ஷகர் அறிவிച്ചു. ஒவ்வொரு ஆண்டும் தொடர்ச்சியாக ஜூன் 1 தேதியில் நம்ம தண்ணீர் திறந்து விடுவாங்க. இந்த ஜூன் 1 தேதியில் தண்ணீர் திறந்து விட்டால் மட்டும்தான் அங்கே விவசாய பணிகள்லாம் அனைத்து விவசாயிகளும் உரிய நேரத்தில் செய்து அறுவடை பண்ண முடியும். കാലവർഷം ആരംഭിക്കാനിരിക്കെ അണക്കെട്ടിൽ 114.15 അടിയാണ് ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 110.05 അടിയായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം ഉപയോഗിച്ച് തമിഴ്നാട്ടിലെ 5 ജില്ലകളിലാണ് കൃഷി ചെയ്യുന്നത്. ഷട്ടർ തുറക്കുന്നതിനോട് അനുബന്ധിച്ച് തേനി ജില്ലയിൽ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. മുല്ലപ്പെരിയാർ ഡാം തമിഴ്നാട് കർഷകരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി ജോൺ പെന്നിക്കുക്ക് അവരുടെ ദൈവവും. കൈരളി ന്യൂസ്, ഇടുക്കി.